നമ്മുടെ അയല തവ ഫ്രൈ ഇങ്ങനെ എടുത്ത് വെച്ചു. കാന്താരിയൊക്കെയുള്ള മസാല ഇങ്ങനെ എടുത്ത് അത് ചോറിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് കുഴക്കട്ടെ. എന്നിട്ട് മസാലയും ചോറും മാത്രമായിട്ട് ഒന്ന് കഴിച്ചോ കേട്ടോ. അടിപൊളി. പ്ലെയിൻ ചോറിലേക്ക് കഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്താരിയുടെ നല്ല എരിവും അയല മസാലയുടെ ടേസ്റ്റും. അതാ നമ്മുടെ അയല തവ ഫ്രൈ. വലിയൊരു പീസ്. മസാലയൊക്കെ നോക്ക്, മസാലയൊക്കെ അങ്ങ് യോജിച്ച് ചേർന്ന് കാന്താരിയും തവ മസാലയും തവ ഫ്രൈ എടുത്ത മീൻ. അസൽ എരിവ് മസാല നമ്പർ 1. വെറും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് 5 അയില ഞാൻ തവ ഫ്രൈ ചെയ്തെടുത്തു. രാവിലെ തന്നെ കാന്താരിയോട് ഒരു കിന്നാരം എന്നാരെങ്കിലും വിചാരിക്കണമെങ്കിൽ ഒട്ടും സംശയം വേണ്ട കേട്ടോ. ഇന്ന് കാന്താരിയാണ് താരം. ഫിഷ് ഫ്രൈ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എണ്ണയാണ് പ്രശ്നം. അപ്പൊ എണ്ണയ്ക്ക് ഒരു അസ്കിതയില്ലാതെ കാന്താരിനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു അയല തവ ഫ്രൈ വളരെ എക്കണോമിക്കലാണ്, ഹെൽത്തിയാണ്, ഒക്കെയാണ്. അപ്പൊ താരം മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കാന്താരി. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ തിന്ന നൊസ്റ്റു ഓർമ്മകൾ ഒത്തിരി പേർക്ക് ഉണ്ടാവും അല്ലെ. പല പറമ്പുകളിലും ഉണ്ട്. പക്ഷെ വഴിയേരിയിലൊക്കെ നിൽക്കുന്നത് പറിച്ച് തിന്നുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. മാത്രമല്ല പിന്നെ ഇപ്പോൾ വന്നതിന് ശേഷം കണ്ണി കണ്ടത് പറിച്ച് തിന്നാനും എല്ലാവർക്കും മടിയാണ്. പക്ഷെ ഇങ്ങനെ ഫുൾ കവറുള്ള പഴങ്ങള് കുഴപ്പമില്ല. നമ്മുടെ ചാനലിലെ ആളുകൾ കൂടുതൽ കാണുന്ന നോൺ വെജ് വീഡിയോസ് ആണെങ്കിലും നമ്മുടെ ഹാർമണിയിൽ 3 നേരവും പച്ചക്കറി ഇല്ലാതെ മുന്നോട്ട് പോകത്തില്ല. ഈവനിങ് ആണെങ്കിലും വെജ് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ നോൺ വെജ് വിഭവങ്ങൾ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാവും. വാഴപ്പിണ്ടിയും കൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അത്രയും നമുക്ക് ഗുണമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ഷൂട്ട് വേറെയാണെങ്കിൽ പോലും വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തൽക്കാലം ഇത് എടുത്തോണ്ട് പോവാം. ഓക്കെ, പഴുക്കാറായതാണ്. കായയുടെ അത്യാവശ്യം നമുക്കുള്ളതുകൊണ്ട് തൽക്കാലം ഒരു പടല. വൃത്തിയാക്കി 5 അയില നന്നായിട്ട് വരഞ്ഞെടുക്കുക. ഇനി നാരങ്ങ നീര്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, ചെറുതായിട്ട് നുറുക്കിയ കറിവേപ്പില, വെളുത്തുള്ളിയുടെ പൗഡർ 1 ടീസ്പൂണ്. ഇതെല്ലാം കൂടെ പരട്ടി ഒരു 1/2 മണിക്കൂർ നമുക്ക് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഞാൻ കടായി വെച്ചു. ചൂടാവുന്നവരെ ഒന്ന് ഇരുന്നോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല ഒന്ന് മിക്സ് ചെയ്യണം. നൈസായിട്ടുള്ള സവോള 1, കാന്താരി നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില ഒന്ന് കീറി പറിച്ചിട്ടേക്കാം. കുരുമുളക് പൊടി വേണ്ട, ക്രഷ് ചെയ്തതാണ് വേണ്ടത്. ഇങ്ങനെ മുളി കൂടി ഇട്ടു. ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 മുറി നാരങ്ങ, നമ്മുടെ കുടംപുളി നന്നായിട്ട് വെള്ളത്തിലിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുത്ത വെള്ളം മാത്രം, അതേ കുറച്ച്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഞെകിടാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ 1 തരം ചക്കിലാട്ടി വെളിച്ചെണ്ണ ഒഴിക്കാം. കൂടുതൽ ഒഴിച്ചാൽ അന്നമ്മയെന്ന് ചോദിക്കുന്നവരോട് ഇല്ല, അമ്മമാരുടെ കൈ കണക്ക് തെറ്റാറില്ല. അളന്ന് നോക്കിക്കുക, വേണമെങ്കിൽ വന്ന് 1 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം തവ ഫ്രൈ എന്ന് പറഞ്ഞാൽ എണ്ണ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ടേസ്റ്റും വേണം. എന്നിട്ട് നമ്മുടെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് എന്നാ ചെയ്യണം, നമ്മുടെ മീനിക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നല്ല അയില കുട്ടന്മാരെ അതിന്റെ മുകളിൽ പരത്തി അടുക്കി വെക്കാം. അതേ മസാല പറ്റിയിൽ കുറച്ചൊക്കെ ബാക്കിയുണ്ട്, അത് നമ്മൾ കളയേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് മീനിൽ ഇങ്ങനെ പറ്റി വെക്കാം. പിശുക്കി അന്നമാന്ന് വിളിക്കുന്നവരോട് സന്തോഷത്തോടെ ഞാൻ പിശുക്കി തന്നെയാണ്. ബാക്കി നമ്മുടെ മസാല ഉണ്ടല്ലോ, തവ മസാല ഞാൻ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇങ്ങനെ പുരട്ടി എടുത്ത് എന്നിട്ട് നമ്മുടെ മീനിന്റെ മുകളിൽ ബാക്കിയും കൂടെ നമുക്ക് വെതറാം. മീഡിയം തീയിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒരു 10 മിനിറ്റോളം ഒരു ഭാഗം നമ്മൾ വേവിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മറച്ചിടണം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്യുന്നതിന് ഏകദേശം ഒരു 2 മിനിറ്റ് മുമ്പ് കുറച്ചൊരു വലിയ പിടി കാന്താരി ചതച്ച് മീനിന്റെ മുകളിൽ ഇങ്ങനെ വെതറിയിടാം. അയല നല്ല ഫ്രൈ ആകുന്നതോടൊപ്പം കാന്താരിയുടെ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും. മീനിന്റെ എല്ലാ രുചിയും ഫ്ലേവറും തിരിച്ച് കാന്താരിയിലേക്കും പിടിക്കും. എന്നിട്ട് നല്ല ചൂട് ചോറിന്റെ കൂടെ ഈ കാന്താരിയും അയിലയും കൂടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ മാഷെ, പൊളിക്കും. എങ്ങനെയുണ്ട്? വെറുതെ എന്നെ കുറ്റം പറയാൻ വേണ്ടി പറയണ്ട, സത്യമായിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? അടിപൊളി, ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. സോഫ്റ്റ് ആണ്, കാന്താരിയുടെ ഫ്ലേവറും എല്ലാം ആയിട്ട് സെറ്റ് ആയിരുന്നു. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട്. അതിന്റെ കൂടെ പയറും പൂമ്പും കൂടെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചോറിലിട്ട് കുഴച്ചു. മസാല ചട്നി ഒന്ന് അതിന്റെ കൂടെ മിക്സ് ചെയ്തു. ചെറിയൊരു ഉരുള, ഒരുപാട് വലുതാക്കുന്നില്ല, ചെറിയൊരു ഉരുളതായി ഇങ്ങനെ എടുത്ത് വെച്ച് തവ ഫ്രൈ ചെയ്ത 1 തരം അയിലേനെ എടുത്ത് വെച്ചു. ഒരുപാട് കിടലും വീഡിയോകളുമായിട്ട് ഇനി അന്നമ്മ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.